അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ റിസ്വാന വക്കീലിനെ പ്രിയപ്പെട്ട ഭർത്താവ് സഫീർ പങ്കുവെച്ചുകൊണ്ടേയിരുന്നു. എല്ലാം കേട്ട് അവൾ അത്ഭുതപ്പെട്ടു. ഇക്ക, ആ എന്താടി? അതെ, ആയിഷയെയും മോളെയും രക്ഷിച്ചൂടെ നമുക്ക്? തീർച്ചയായും, ഇൻഷാ അല്ലാ. പക്ഷേ പെട്ടെന്ന് രക്ഷിച്ചു കൊണ്ടുപോകാന്ന് വെച്ചാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അല്പം സാവകാശത്തിൽ, അറിയാത്ത രീതിയിൽ അതെ സംരക്ഷിക്കണം. അനാഥരായ അക്ഷരനായ അവരെ സംരക്ഷിക്കേ തീരൂ. കാരണം ആരാരുമില്ല. ആ പെണ്ണ് ഉണ്ണിയപ്പം വിറ്റ് ജീവിക്കുന്നു തെരുവിൽ. പൊന്നുമോൾ, ഓഹ്, ആ കുട്ടിയെ കണ്ടാൽ എൻ്റെ പെണ്ണേ, എനിക്കറിയില്ല, ഓളെ വാരി പുണരാൻ തോന്നും. നല്ലൊരു പൊന്നുമോള്. ആ ഒരു പുഞ്ചിരിയും ആ ഒരു കണ്ണുകളൊക്കെ കാണുമ്പോഴേ എൻ്റെ റബ്ബേ, ആരെ മുഖഷേപ്പ് എനിക്കറിയില്ല. എൻ്റെ വല്യമ്മ വളരെയധികം സുന്ദരിയായിരുന്നു ഒരു കാലത്ത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ വല്യമ്മ ഒന്ന് നിൽക്കുന്ന സ്ഥലം നിനക്കറിയോ? വൃദ്ധസദനത്തിലാണ്. എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് എൻ്റെ വല്യമ്മയുടെ മുഖഷേപ്പാണ് കിട്ടിയിട്ടുള്ളതെന്ന്. വളരെയധികം മനോഹരമായൊരു പെൺകുട്ടി, എൻ്റെ ഉപ്പയുടെ ഉമ്മ. ഇക്ക, അപ്പം നമുക്ക് വല്യമ്മയെ ഒന്ന് കാണാൻ പോയാലോ? അത് തീർച്ചയായും. അല്ല, എന്തായി കല്യാണക്കാര്യം? റിസ്വാന വക്കീൽ കളിയാക്കിക്കൊണ്ട് അത് പറഞ്ഞു. അത് വിവാഹത്തിന് എല്ലാവരെയും ക്ഷണിക്കണം, നീയും വരണം. പഠിച്ചോനെ, ഞാനോ? ആ ജസീറങ്ങാൻ എന്നെ കണ്ടാലുണ്ടല്ലോ എൻ്റെ അമ്മോ. എന്താ പേടിയാണോ? പേടിയൊന്നുമില്ല. എന്ത് പേടി? പേടിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയൂലല്ലോ. മരിക്കുകയാണെങ്കിൽ ധീരതയോടുകൂടി മരിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് സഫീർ പറഞ്ഞു, അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ പെണ്ണേ? ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? എൻ്റെ പെണ്ണിൻ്റെ കൂടെ എനിക്ക് ജീവിക്കണ്ടേ? എൻ്റെ മക്കൾ എൻ്റെ പെണ്ണ് പ്രസവിക്കണ്ടേ? എന്താന്നില്ലേ? ഓ, എന്താടി, അതൊക്കെ നമ്മുടെ ജീവിതത്തിന് വേണ്ടേ? വേണം, വേണ്ട എന്നല്ല, എങ്കിലും അത് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിനുള്ള എന്തൊക്കെയോ ഒന്ന് ഓടിപ്പാഞ്ഞു പോയി. എന്താടി, എൻ്റെ മക്കളെ നീ പ്രസവിക്കണേ, അവിടെയാണ് നമ്മുടെ വിജയം. അതെ, നല്ല മക്കളായി, സോലിഹായ മക്കളായി വളർത്തണം. ആ, എത്ര മക്കളാണാവോ ഉദ്ദേശിക്കുന്നത്? എന്താ, 10 പറ്റുമോ? പിന്നെ എൻ്റെ വല്യമ്മാൻ്റെ ഉമ്മ 14 മക്കൾ പ്രസവിച്ചതാ. എന്നിട്ടെന്താ, ഒരു കുഴപ്പമില്ല. അവർ നല്ല റാഹത്തോടു കൂടി തന്നെ ജീവിക്കുന്നുണ്ട്. ഓഹ്, അങ്ങനെ. അതൊക്കെ ഒരു ഭാഗ്യമാണ്. 10 പറ്റാൽ പാപി എന്നാണല്ലോ. 10 പ്രസവിച്ചു കഴിഞ്ഞാൽ പഠിച്ചോന് എനിക്ക് സ്വർഗം നൽകും. ഓ, അങ്ങനെ. 10 പ്രസവിച്ച് സ്വർഗം കിട്ടിയാൽ എന്നെ കൂടെ കൂട്ടുമോ? നമുക്കിടയിൽ ലോകത്ത് കൂടുതൽ ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ. എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കണം ഒരുപാട് കാലം. പക്ഷേ അതൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. പിന്നെ ദുനിയാവെന്ന് വെച്ചാൽ ഒരിക്കലും ശാശ്വതമല്ല അല്ലേ? അത് പെട്ടെന്നങ്ങ് പോകും. ഒരു പക്ഷേ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നാളെ എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നൊരു ഉറപ്പുമില്ല. എന്നാൽ അത് കേട്ട റിസ്വാന വക്കീൽ സങ്കടപ്പെട്ടു. ഇക്ക, അതേടി, ദുനിയാവെന്ന് വെച്ചാൽ അങ്ങനല്ലേ. ദുനിയാവ് ചതിയാണ് എന്നൊക്കെയല്ലേ, വഞ്ചകിയാണെന്നൊക്കെ. ഏത് നിമിഷവും നമുക്ക് പിരിയേണ്ടി വരും, പോകേണ്ടി വരും. പിന്നെ എൻ്റെ പെണ്ണെ, എൻ്റെ കാര്യം നിനക്കറിയാലോ. സ്വന്തം ചോര പോലും എനിക്കെതിരാണ്, എൻ്റെ ശത്രുവാണ്. സ്വന്തം ചോര അവൻ്റെ കയ്യിൽ, ഇതൊക്കെ അറിഞ്ഞ് എൻ്റെ കയ്യിൽ കിട്ടിയാൽ അവനെന്നെ കഷ്ണം കഷ്ണാക്കി പുഴയിലെറിയും. അതാണ് ഓനാൾ. സ്വന്തം ചോര, സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ വരെ അവനെ ഉപേക്ഷിച്ചതാണ്. പിന്നെ അതിനു മേലുണ്ടോ ഞാനൊക്കെ? അങ്ങനെ പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കണം, മരിക്കുകയാണെങ്കിൽ ഒരുമിച്ചും. അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരിക്കലും ഇക്കയില്ലാത്തൊരു ജീവിതം അതെനിക്ക് ആലോചിക്കാൻ കൂടി കഴിയണില്ല. ഇല്ല പെണ്ണേ, നമ്മൾ ഏത് സമയം എന്തും പ്രതീക്ഷിച്ച് നിൽക്കണമല്ലോ. പ്രത്യേകിച്ച് എൻ്റെ ഫാമിലിയിൽപ്പെട്ട ആളെന്നെ എൻ്റെ ശത്രുക്കളായി മാറുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ നിൻ്റെ കൂടെ ജീവിക്കുന്നു ഒരിക്കലും അവന് ഇഷ്ടപ്പെടില്ല. സാരല്ല, എന്തായാലും വേണ്ടില്ല. ജീവിക്കുന്ന കാലത്ത് അന്തസ്സോടു കൂടി, അഭിമാനത്തോടു കൂടി ജീവിക്കണം. എപ്പോഴും എൻ്റെ പെണ്ണിൻ്റെ കൂടെ വേണം.
ഒരിക്കലും രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് തന്നെ ഞാൻ നിന്നെ എൻ്റെ കൂടെ കൊണ്ടു നടക്കും. അതാണ് എൻ്റെ ആഗ്രഹം, അതാണ് എൻ്റെ ഇഷ്ടം. ഇക്ക, നിങ്ങൾക്ക് ഭീഷണിയാകുന്ന കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതല്ലേ നല്ലത്. എന്നാൽ പെട്ടെന്ന് അതാ സഫീർ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ട്? നീ എൻ്റെ പെണ്ണാണ്, ഞാൻ നിക്കാഹ് കഴിച്ച പെണ്ണാണ്. അതെ, എപ്പോഴും ഈ ദുനിയാവിൽ മാത്രമല്ല 4 ആഖിറത്തിലും നീ എനിക്ക് ഉള്ള പെണ്ണാണ്. അതുകൊണ്ട് ആര് ഭയന്നിട്ട് മരിച്ചാലും ഞാൻ ഒരിക്കൽ പോലും എൻ്റെ പെണ്ണിനെ വിട്ടുള്ള കളിയില്ല. എപ്പോഴും ഞാൻ നിന്നെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കും. അല്ലാതെ ഒരാളെ ഭയന്ന് ഞാൻ മറച്ച് ജീവിക്കില്ല. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഈ ഒരു വിവാഹം, അതിനൊരു അഭിനയം, അതുമാത്രം. അത് നിക്കാഹ് കഴിച്ചെന്ന് പറഞ്ഞ് മണവാട്ടിയെ ആ വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് വരെ ഡ്യൂട്ടി എനിക്കുണ്ട്. എൻ്റെ കൂടെ നീയും വേണം. വരില്ലേ ഇക്ക? അങ്ങയുടെ കൂടെ എങ്ങോട്ട് വേണമെങ്കിലും ഞാൻ വരാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങളുടെ ജീവനെ ഭീഷണിയാവരുത്. ഇല്ല, അതാവില്ല. സത്യം. ആയാൽ തന്നെ എൻ്റെ പെണ്ണ് പതറരുത്. അതെ, എന്നെ കൊന്നാലും എന്നെ കൊല്ലാക്കൊല ചെയ്താലും ഒന്നിനും മടിക്കാത്തതാണ്. അവനൊരു പക്ഷേ ലഹരിയിലായിരിക്കും. അവൻ സ്വന്തം ഭാര്യയെ കാറ് ഓടിച്ചു പോകുമ്പോൾ അതാ ലോറി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച ആളാണ് പാവം ഹാദിയ. അവളെ വരെ കൊല്ലാൻ ശ്രമിച്ച അവൻക്ക് എന്നെ കൊല്ലാൻ എന്താ അത്ര പ്രയാസം? എന്താടി, ഒരുപാട് സ്വത്തും സമ്പത്തും മുതലുണ്ടായിട്ടൊന്നും കാര്യമില്ല. മനുഷ്യത്വം വേണം, മനസ്സമാധാനം വേണം. പക്ഷേ മരിക്കുന്നതിന് മുമ്പായിട്ട് 1-2 ആഗ്രഹങ്ങളുണ്ട്. അതുകൂടെ അങ്ങ് പൂർത്തിയാക്കണം. എന്താ? അതെ, എൻ്റെ വല്യമ്മയെ സംരക്ഷിക്കണം. പിന്നെ ആ കുഞ്ഞുമോൾ, അവൾക്കും നല്ലൊരു സംരക്ഷണം നൽകിയേ തീരൂ. പിന്നെ എൻ്റെ പെണ്ണിനോട് എനിക്ക് പറയാനുള്ളത്, പുളിക്കൽ തറവാട്ടിൽ എനിക്ക് കൂടെയുള്ള സ്വത്താണ്, മുതലാണ്. അതൊക്കെ എനിക്കതിൻ്റെ 1/3 ഭാഗമുണ്ടാകും. എനിക്ക് അത്യാവശ്യം സ്വത്ത്, കുഴപ്പമില്ലാത്ത. എനിക്ക് എൻ്റെ പെണ്ണിനെയും കൈപിടിച്ചുകൊണ്ട് ആ തറവാട്ടിലേക്ക് കയറി താമസിക്കാം. എനിക്കവിടെ റൂമുണ്ട്, എനിക്കവിടെ എല്ലാമുണ്ട്. പക്ഷേ അവിടെ താമസിപ്പിക്കാൻ ഒരിക്കലും അവർ സമ്മതിക്കില്ല എന്നുള്ള കാര്യമുണ്ട്. എൻ്റെ പെണ്ണെ, നമുക്കിന്ന് അങ്ങോട്ട് പോവണ്ട, നമുക്ക് എവിടെയെങ്കിലൊക്കെ. ശരിയാണ്, ഞാനെന്നും ഈ വീട്ടിൽ നിൽക്കുന്നതും ശരിയല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, നമുക്ക് സ്വന്തമായൊരു വീട്. എന്താ, ആ ഒരു പ്ലാൻ പെട്ടെന്ന് സെറ്റാക്കിയാലോ? എന്നാൽ റിസ്വാൻ വക്കീലിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം വന്നു. ഇക്ക, അത്. എന്നാൽ അപ്പോൾ തന്നെ അവൾ പറഞ്ഞു, അതെ, എന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താടി? അതിലേക്ക് നമുക്ക് ആ ഉമ്മമ്മയും കൊണ്ടുവരണം. ശരിക്കും റിസ്വാൻ വക്കീലിൻ്റെ ആവശ്യം കേട്ട സഫീർ ഞെട്ടിപ്പോയി. മാഷാ അല്ലാ. ഒരാളും ആഗ്രഹിക്കാത്തത്. പ്രായമായി എന്നതിൻ്റെ പേരിൽ എൻ്റെ സ്വന്തം തറവാട്ടിൽ നിന്ന് പോലും വല്യമ്മയെ അടിച്ചിറക്കിയതാണ്. ചീത്ത പറഞ്ഞ് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി ഇറക്കി വിട്ടതാണ് എൻ്റെ ഉമ്മ. എന്നാൽ ആ ഇറക്കി വിട്ട വല്യമ്മയെ ഇതാ ഇപ്പോൾ പേരക്കുട്ടി മരുമകൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ അതാ സഫീറിനോട് പറയുന്നു, സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരു വല്യമ്മ എനിക്ക് ഇഷ്ടമാണ് ഒത്തിരി. നമുക്ക് ഇപ്പോൾ തന്നെ ഒന്ന് കാണാൻ പോകുക. അതെ, ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്നെ നിക്കാഹിന് വേണ്ടി കൊണ്ടുവരണം. മനമില്ലാ മനസ്സോടുകൂടി സമ്മതിച്ചിട്ടുണ്ട്. കുറേ ചീത്തയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വേണ്ടില്ല, നീ ഡ്രസ്സ് മാറ്. അപ്പോൾ തന്നെ നമ്മുടെ റിസ്വാൻ വക്കീൽ അതാ മാറ്റിയൊരുങ്ങുന്നു. സഫീർ അത് നോക്കിയിരുന്നു. മാഷാ അല്ലാ, എത്ര സുന്ദരമാണടി എൻ്റെ പെണ്ണ് ഈ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ. ഇക്ക, കോടതിയിൽ എനിക്ക് ഒരു പക്ഷേ ഇതൊന്നും അണിയാൻ പറ്റില്ല. എങ്കിലും പുറത്തിറങ്ങി പോകുമ്പോൾ എനിക്കിത് അണിയൽ ഒത്തിരി ഇഷ്ടമാണ്. കോടതിയിൽ എനിക്ക് എൻ്റെ ഫേസ് വാല്യൂ കാണിച്ച് തന്നെ എനിക്ക് വാദിക്കേണ്ടി വരും. പാവങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, വേദനകൾ യാതനകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി എല്ലാമായിട്ടാണ് ഞാൻ വക്കീലായത്. എൻ്റെ ഇക്ക, സത്യമായിട്ടും എനിക്കതായിരുന്നു താല്പര്യം. അല്ലാതെ കേസ് വാദിച്ചുകൊണ്ടുള്ള പണം അതൊന്നും എത്രയോ പാവപ്പെട്ടവർ എനിക്ക് വേണ്ടി തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വാങ്ങിയിട്ടില്ല. അവർക്കത് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതെ, നമുക്ക് ഉമ്മമ്മയുടെ അടുത്തേക്ക് പോകാം. ശരിക്കും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മനസ്സ് സഫീറിനെ വല്ലാതെ അങ്ങ് മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമുള്ളതാക്കി. എന്നാൽ നേരെ അതാ സഫീർ
അവളെ നെഞ്ചോട് ചേർത്ത് അവളുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, പെണ്ണേ, പടച്ചോനാണ് ഇത്രയ്ക്കും നല്ല മനസ്സുള്ള ഒരു പെണ്ണിനെ എനിക്ക് തന്നത്. പടച്ച റബ്ബ് എത്ര കാരുണ്യവാനാണ്. നമുക്ക് പോകാം. അങ്ങനെയതാ അവൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് ആ വൃദ്ധസദനത്തിലേക്ക്. വല്ലാത്തൊരു അവസ്ഥയാണ് ആലോചിക്കുമ്പോൾ. പുളിക്കൽ തറവാട് എന്ന് വെച്ചാൽ പേരുകേട്ട വലിയ തറവാട്. പക്ഷേ അവിടുത്തെ ആ ഒരു പിതാവിൻ്റെ ഉമ്മ ഇത്രമാത്രം ദാരുണമായ അവസ്ഥയിൽ വൃദ്ധസദനത്തിൽ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ? ആ ഉപ്പ അത് കണ്ടാൽ സഹിക്കുമോ ഉപ്പാക്ക്? രാജകുമാരിയായി കഴിഞ്ഞിരുന്ന ഉമ്മയായിരിക്കും. എന്ത് ചെയ്യാൻ, ഇങ്ങനെയുള്ള മരുമകളൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ എല്ലാം പിന്നെ ഒരു അടിച്ചൊതുക്കലായിരിക്കും. പഠിച്ചോനെ നീ കാക്ക്. അങ്ങനെയതാ അവർ രണ്ടുപേരും പുറപ്പെടുന്നു. വൃദ്ധസദനം എവിടെയാണെന്ന് വെച്ചാൽ അവർക്ക് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല. എങ്കിലും ചോദിച്ചാൽ ഉമ്മ പറഞ്ഞു തരികയുമില്ല. എങ്കിലും കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. എന്നാലും എൻ്റെ ഉമ്മ ചെയ്ത ഇത്രക്കും മോശമായ പ്രവൃത്തി, അതെ, വൃദ്ധസദനത്തിലേക്ക് ആരെങ്കിലും മക്കൾ ഉമ്മമാരെ ഉപ്പമാരെ കൊണ്ടുവിട്ടാൽ എന്നാൽ പ്രായമായി കഴിയുമ്പോൾ അവർക്കും ആ ഒരു ഗതി വരും എന്നുള്ളത് അവർക്കറിയില്ല. കാരണം ഞങ്ങൾ ഉപ്പയെയും ഉമ്മയെയും ഇങ്ങനെയായിരുന്നു കൊണ്ടുപോയിട്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കും അങ്ങനെ ആകാമല്ലോ, ഞങ്ങളെ മാതാപിതാക്കളാണല്ലോ ഞങ്ങൾക്ക് മാതൃക എന്ന് ആ മക്കൾ ചിന്തിക്കും. എന്നാൽ നമ്മുടെ സഫീർ അതാ നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നമുക്ക് ഇൻഷാ അല്ലാ കണ്ടുപിടിക്കാം. അവർ പലയിടങ്ങളിലായി ചോദിച്ചറിഞ്ഞു. പാവം എൻ്റെ വല്യമ്മ, എൻ്റെ ഉമ്മമ്മ എന്നോട് അത്രയധികം സ്നേഹമുള്ളതായിരുന്നു. എന്നാൽ അന്ന് അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ കയറി ചെന്നപ്പോൾ ആ മുറി ശൂന്യമായിരുന്നു. എന്ത് ചെയ്യാൻ, എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ അവർ അന്ന് കണ്ടുവെച്ച ആ ഒരു വൃദ്ധസദനത്തിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ മകെ ശൂന്യമായിരുന്നു. ഇതെന്താ, അതിവിടെ സൗകര്യക്കുറവുകൊണ്ട് ഒരുപാട് ആളുകൾ വരികയാണേ. ഇതിങ്ങനെ ദിനം പ്രതി വന്നുകൊണ്ടാണ്. മക്കളും ഒക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആവുമ്പോഴേ ആർക്കും വയസ്സായാലും പ്രായമായാലും വേണ്ട, എല്ലാവരും കൊണ്ടുപോയിടുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ സൗകര്യക്കുറവ് കുറച്ച് തോന്നി. ഇവിടെ കുറച്ച് റേറ്റും കുറവായിരുന്നു. ഇനിയുള്ളിൽ കുറച്ച് പൈസ കൂട്ടണം എന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ മക്കൾ കൊണ്ടുവന്നിട്ടാൽ പിന്നെ തിരിഞ്ഞു നോക്കൂല. അതാണ് അവരുടെ ഫീസും കാര്യങ്ങളും. ഇത് പിന്നെ കുറച്ചൊരു ഇളവുള്ളതാണ്. നല്ല പൈസക്കാരുടേത് അപ്പുറത്തുണ്ട്. അതാവുമ്പോൾ കുറച്ചുകൂടി സൗകര്യം ഉണ്ടാവും. ഇതിപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്തോലൊക്കെ ഒരു വേറൊരു സെക്ഷനാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഒരു 3 കിലോമീറ്റർ അപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്, ദയാ റിസോർട്ട് എന്ന് പേരുള്ള ഒരു ഭാഗം. ആ ദയാ റിസോർട്ട് ഇപ്പോൾ വൃദ്ധസദനമാക്കിയിട്ട് അവിടെ കൊടുത്തിരിക്കുകയാണ്. അങ്ങോട്ട് പോയിക്കോളും. എന്നാൽ അത് കേട്ടപ്പോൾ ശരിക്കും സഫീർ സങ്കടപ്പെട്ടു പോയി. റബ്ബേ, അല്ലാ, എന്തിനാ റബ്ബേ ഇത്രയധികം വിഷമിപ്പിക്കുന്നത്? അങ്ങനെ അത് 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ആ ഒരു ദയാ റിസോർട്ടിൻ്റെ ആ ഭാഗത്തേക്ക് എത്തി. എന്നാൽ അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്നു വൃദ്ധസദനം. എന്നാൽ അത് കണ്ട സഫീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു, വിതുമ്പിപ്പോയി. അതെ, എൻ്റെ പൊന്നുമ്മമ്മ ഞങ്ങളെയൊക്കെ എത്ര നോക്കിയതായിരുന്നു. ഉമ്മയുടെ ഒരു സ്വഭാവം കൊണ്ട് റബ്ബേ, എത്ര വലിയ കൊട്ടാരത്തിൽ കഴിഞ്ഞ രാജകുമാരിയെപ്പോലെ കഴിഞ്ഞതായിരുന്നു. എൻ്റെ വല്യപ്പുള്ള കാലത്ത് പൊന്നു പോലെയാണ് അവർ നോക്കിയിരുന്നത്. എത്ര ജോലിക്കാരുണ്ടായിരുന്നു, എത്ര രാജകുമാരിയായി കഴിഞ്ഞതായിരുന്നു. പക്ഷേ ഇപ്പോൾ മരുമകളുടെ ഭരണമായപ്പോൾ വൃദ്ധസദനത്തിൽ പോയി കിടക്കേണ്ട അവസ്ഥയാണല്ലോ. സഫീറിന് വല്ലാത്ത സങ്കടം. എന്നാൽ റിസ്വാന വക്കീൽ അത് പറഞ്ഞു, നിങ്ങളിങ്ങനെ സങ്കടപ്പെടില്ലേ, നമുക്ക് പോയി നോക്കാം. അങ്ങനെ അതാ അപ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റിയോട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിപ്പോൾ മാറ്റിയിട്ട് ഇവിടെ കുറച്ചായി. അതായത് അവിടെ സൗകര്യക്കുറവാണ്, പിന്നെ ആളുകൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്യാഷിന് കുറച്ച് കുറവുള്ളത് കൊണ്ട് തന്നെ ഇവിടെ അന്തേവാസികളായ ആളുകളെയും കയറ്റിയിട്ടുണ്ട്. അതായത് എന്തായാലും ആരെങ്കിലും കൊണ്ടുവന്ന് ഇട്ടാൽ പിന്നെ തിരിഞ്ഞ് നോക്കൂല. ആദ്യമൊക്കെ ക്യാഷൊക്കെ വെച്ചിരുന്നു, പിന്നെ ഒരുപാട് ആളുകൾ കൊണ്ടുവന്ന് ഇടും, പിന്നെ ഒരു വിവരവും ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ സ്ഥലം ആവശ്യമായി വന്നു. പിന്നെ ആളുകളുടെയൊക്കെ സഹായം കൊണ്ട് അങ്ങനെ ജീവിച്ചു പോവുകയാണ്. പലരും അങ്ങനെ സഹായിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ സഫീറിന് അത് കേട്ടപ്പോൾ സങ്കടമായി. എത്ര കോടീശ്വരിയായ ഉമ്മയെയാണ് ഈ ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്
ഏതായാലും വല്ലാത്തൊരു അവസ്ഥ തന്നെ. എന്താ നിങ്ങളുടെ ഉമ്മയുടെ പേര്? നിങ്ങളുടെ ഉമ്മയാണോ? അല്ല, എൻ്റെ വല്യമ്മയാണ്. ഓ, എന്താ പേര്? ഉമ്മയുടെ പേര് ഖദീജ. ഖദീജ, ഓ ഖദീജ ഉമ്മ. കുറച്ച് റിച്ച് ഫാമിലിയിൽ നിന്നാണോ? ആ ആ അതെ. ആ, അവരെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അതായത് ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് ഇവിടേക്ക് ആളുകൾ വരുന്ന സമയത്ത് എല്ലാവർക്കും ഫോൺ നമ്പർ എഴുതി വാങ്ങുന്ന പതിവുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വിളിക്കാലോ. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഖദീജ ഉമ്മ എന്നുള്ള പേരിൽ കൊടുത്ത ആ ഒരു ഫോൺ നമ്പർ അത് നിലവിലില്ലാത്ത നമ്പറാണ്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? എന്താ ശല്യം ഒഴിപ്പിക്കണ ഇങ്ങനെ വേണോ? സഫീർ ശരിക്കും ഞെട്ടിപ്പോയി. അതെ, ഒന്ന് കാണാൻ പറ്റുമോ? എന്താ സാറേ ഇങ്ങനെയൊക്കെ? നിങ്ങൾ പൈസക്കാരാന്ന് വിചാരിച്ചിട്ട് ഇത്രയ്ക്ക് ഇങ്ങനെയൊക്കെ അഹംഭാവം കാണിക്കാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊക്കെ പെറ്റുപോറ്റി വളർത്തിയത് അവരെന്നല്ലേ, അവരെ തലമുറകൾ തന്നെയല്ല. അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ ഇത്ര സുഖത്തിൽ ജീവിക്കുന്നത്. എന്നാൽ സഫീറിനത് കേട്ടപ്പോൾ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ശരിയാണ്, എൻ്റെ ഉമ്മയാണ് ചെയ്തതെന്ന് പോലും പറഞ്ഞില്ല. ആ, പോയിക്കോളൂ. പിന്നെ എന്തെങ്കിലും ഒരു നമ്പർ നിങ്ങളിവിടെ ഉപേക്ഷിച്ച് പോകണം കേട്ടോ. അല്ലെങ്കിലേ ഞങ്ങൾ വിളിച്ച കിട്ടൂല. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പൊതു ശ്മശാനത്തിൽ മറവ് ചെയ്യേണ്ടി വരും. ഇവിടെ ജാതിയെന്നോ മതമെന്നോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ആ, കാരണം എല്ലാവർക്കും ഒരു നേരം ഭക്ഷണം, രാവിലെ ഭക്ഷണം, ഉച്ചക്ക് ഭക്ഷണം, വൈകിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ എക്സസൈസ് കാര്യങ്ങൾ, അതൊക്കെയുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. എന്നാൽ പലരും പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നുണ്ടാവും തൻ്റെ മക്കൾ വരുന്നുണ്ടോയെന്ന്. ഒരുപാട് നോക്കി നിൽക്കും, കുറേ മരിച്ചു പോവും, അങ്ങനെയൊക്കെ തന്നെ. എന്നാൽ ഖദീജ ഉമ്മ എന്ന് പേരുള്ള ആ ഉമ്മയെ അത് കാണുവാൻ വേണ്ടിയിട്ട് നമ്മുടെ സഫീറും റിസ്വാനയും കടക്കുന്നു. ഖദീജ എന്ന് പേരുള്ള, ഓ ഖദീജയുടെ ആൾക്കാരാണോ? എന്തപ്പോൾ വരാൻ തോന്നിയത്? എത്ര വിളിച്ചു? വിളിക്കുമ്പോഴൊക്കെ എന്ത് നമ്പറാണ് നിങ്ങൾ കൊടുത്തുവിട്ട് പോയത്? നിലവിലില്ലാത്ത നമ്പറോ? അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ പറയുന്നേ. ഒരു കറക്റ്റ് നമ്പർ ഇപ്പോഴും ആരെടുത്തും ഇല്ല സ്ഥിരമായിട്ട്. ഖദീജ ഉമ്മ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ മക്കളൊക്കെ ഉണ്ടായി എന്ത് കാര്യമുള്ളത്? എന്നാൽ ഈ സമയം ഖദീജ ഉമ്മയെ തേടി അതാ അവിടുത്തെ ആ ഒരു നഴ്സ് പോകുന്നു. ഖദീജ ഉമ്മ. ആ, ഖദീജ ഉമ്മ പനിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് എണീറ്റിട്ടുന്നല്ല, ഒന്നും കഴിക്കണമില്ല. എന്നാൽ അത് കേട്ട്, ഓ ഖദീജ ഉമ്മയുടെ ആൾക്കാർ ഇപ്പോഴെങ്കിലും എത്തിയിട്ടുണ്ട്. ഞങ്ങളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും പൊതു ശ്മശാനത്ത് കൊണ്ടുപോയി മറവ് ചെയ്യേണ്ട അവസ്ഥയാണെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. എത്ര വിളിച്ചിട്ടും കിട്ടാത്ത ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നവർക്ക് കുറച്ചൊരു ഉത്തരവാദിത്തം വേണ്ടേ? എന്ത് ചെയ്യാൻ? ഇപ്പോൾ ഒന്നിനും ഉത്തരവാദിത്തം ഇല്ലാതായി പോയി. വരുമ്പോൾ നല്ല മട്ടത്തിലൊക്കെ വരും, പിന്നെ തിരിഞ്ഞു നോക്കൂല. എല്ലാവരും വലിയ ജോലിക്കാരും പണക്കാരൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും. സിസ്റ്റർ അല്പം ഉച്ചത്തിൽ തന്നെയാണ് അത് പറഞ്ഞത്. എന്നാൽ കാണാൻ പറ്റുമോ? ആ, പോയി കണ്ടേക്ക്. കിടപ്പിലാണ്. മെഡിസിൻസ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് കുടിക്കുന്ന പോലുമില്ല. പിന്നെ എന്ത് ചെയ്യാൻ? ആരും തിരിഞ്ഞു നോക്കൂല. ഞങ്ങൾക്കിപ്പോൾ എത്ര 1-2 പേഷ്യൻറ്റിനെ നോക്കിയാൽ പോരല്ലോ. ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് വൃദ്ധജനങ്ങളെ നോക്കണം. 1-2 അല്ല, ഒത്തിരി ഉണ്ട്. ദിവസം എത്രയാ വരുന്നത്? അവിടെ ആ സ്ഥാപനത്തിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി. ഇവിടെയും അതന്നെ അവസ്ഥ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്നാൽ ഇടയ്ക്കെങ്കിലൊക്കെ ഒന്ന് ആളുകൾ ഇളക്കും തലക്കും വന്ന് സ്വന്തം ഉറ്റവരൊന്ന് വന്ന് കണ്ടു പോകണ്ടേ? അതുമില്ല. ഒരു അസുഖമായാൽ പോലും വിളിച്ചാലും കിട്ടില്ല. അസുഖമായിട്ട് ഞങ്ങൾ വിളിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. സിസ്റ്റർ ഓരോന്നങ്ങ് പറഞ്ഞു. എന്നാൽ സഫീർ ഒന്നും മിണ്ടിയില്ല. എവിടെ? അതാ ആ റൂമിൽ 3 പേരാ കിടക്കുന്നത്. 3 ബെഡുണ്ട്. പിന്നെ ഇതൊന്നും പോരാ, 4-5 ബെഡൊക്കെ കുത്തിക്കൊള്ളിക്കേണ്ട അവസ്ഥയായിരിക്കും. കാരണം ആളുകൾ കൂടി വരുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ പലരും മരിച്ചു പോകുന്നുണ്ട്. എന്താ ചെയ്യുക? ആരും ഏറ്റുവാങ്ങാൻ പോലും വരില്ല. പിന്നെ ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യാനാ? നമ്മൾ നമ്പറൊക്കെ തന്ന് നിങ്ങൾ ഡീറ്റെയിൽസും അഡ്രസ്സൊക്കെ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കും. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാലും സുഖമില്ലെങ്കിൽ അറിയിക്കും. നമ്പർ വിളിച്ചിട്ട് കിട്ടാഞ്ഞാലും കറക്റ്റ് അഡ്രസ്സ് തരാഞ്ഞാലും പിന്നെ ഒന്നും നടക്കില്ല. അവരിവിടെ കിടന്നങ്ങ് നിരകിച്ച് മരിക്കായിരിക്കും. ഞങ്ങളെ കൊണ്ട് കഴിയുടെ രീതി ഞങ്ങൾ നോക്കുന്നുണ്ട്, നോക്കായിട്ടില്ല. എന്നാലും ആ പെറ്റ മക്കളെ ഒന്ന് കാണാനുള്ളൊരു കൊതി ഉണ്ടാവുമല്ലോ, പെറ്റ മക്കളെ. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടിയേ ചെയ്യാം? അതാ. എന്നാൽ അതാ ആ റൂമിൻ്റെ മൂലയിലായി ഒരു ചെറിയ കട്ടിലിൽ മൂടി പുതച്ച് വിറച്ചുകൊണ്ട് കിടക്കുന്ന തൻ്റെ വല്യമ്മയെയാണ് സഫീർ കണ്ടത്. ഓടിച്ചെന്ന്, ഉമ്മാ ഉമ്മാ ഉമ്മാ. അതെ, സഫീർ ആ പുതപ്പ് മാറ്റി അവരുടെ മുഖം കയ്യിലെടുത്തിട്ട് ഉമ്മാ കവളിൽ പതുക്കെ തട്ടിക്കൊണ്ട്, ഉമ്മാ ഇത് സഫീറാണ്. ഉമ്മാ ഉമ്മാ. മോനെ, ഉമ്മ പോവാണ് കേട്ടോ.
ഉമ്മക്ക് ആരുമില്ല, ഉമ്മക്ക് ആരുമില്ലല്ലോ. ഉമ്മാനെ ഇട്ടിട്ട് എല്ലാവരും പോയില്ലേ കുട്ടി, ഉമ്മക്ക് ആരുമില്ല. അല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മ ഉമ്മ ഇത് ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയുമ്മ, ഞാൻ നിങ്ങളെ പേരക്കുട്ടി സഫീറാണ്. എന്നാൽ സഫീർ പൊട്ടിക്കരഞ്ഞു. അവൻ്റെ കണ്ണുനീർ ഉമ്മയുടെ മുഖത്തേക്ക് ഉറ്റി വീണു. ഓ മോനെ, എൻ്റെ കുട്ടി വന്നോ? എൻ്റെ കുട്ടി എപ്പോഴേ വന്നു? ഉമ്മ, ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി. ഞാൻ വന്നപ്പോൾ തന്നെ നിങ്ങളവിടെ കണ്ടില്ല ഉമ്മ. ഞാൻ മറ്റിടത്ത് പോയി നോക്കി, അവിടുന്ന് ഇങ്ങോട്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ. ഉമ്മ മോനെ. പെട്ടെന്ന് തന്നെ അതാ അവൾ നമ്മുടെ റിസ്വാന വക്കീൽ അവളുടെ ബാഗിൽ നിന്ന് ഒരു വെള്ളമെടുത്ത് ഉമ്മാക്ക് കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമ്മ അത് കുറച്ച് കുടിച്ചാണ്. മോളെ, മോനെ, ഇത് ഉമ്മ ഒന്ന് നോക്കിക്കേ, ഉമ്മാക്ക് കാണണ്ടേ ഇതാരാന്ന്? ഉമ്മ കണ്ണുകൾ തുറഞ്ഞു. അപ്പോഴേക്കും അതാ സഫീർ ഉമ്മയെ ചാരിയിരുത്തി. ആ മോളെ, എൻ്റെ കുട്ടീനെ നല്ല നോക്കണം ടേ. എൻ്റെ മോൻ പാവമാണ്. എൻ്റെ കുട്ടീനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയിരിക്കണ്. ശരിക്കും അതെ, റിസ്വാന വക്കീലിനെ കണ്ടപ്പോൾ തന്നെ വല്യമ്മ അതാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ അതാ റിസ്വാനയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, അതെ, ഉമ്മൻ്റെ മോനെ നോക്കാൻ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. പോരാത്തത് ഉമ്മയെയും. അതെ, എനിക്ക് വല്യമ്മയൊന്നുമില്ല, എനിക്കെൻ്റെ വല്യമ്മയെ നോക്കണം. അതെ, എനിക്കെൻ്റെ ഉമ്മയുടെ സ്ഥാനത്ത് നോക്കണം. ഉമ്മ, ഇങ്ങളെയും ഈ മോനെയും ഞാൻ നോക്കും. എന്താ? എന്നാൽ ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേട്ടപ്പോൾ വല്യമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, എന്നെ ഇനി നോക്കൊന്നും വേണ്ട, ഞാൻ പഠിച്ചവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നിങ്ങൾ സുഖമായിട്ട് ജീവിക്കട്ടോ. ഉമ്മ, ഇതെൻ്റെ ഭാര്യ തന്നെയാണ് ഉമ്മ, ഞാൻ അവളെ നിക്കാഹ് കഴിച്ച ഭാര്യയാണ്. എന്നാൽ അത് കേട്ടപ്പോൾ അതാ ആ ഉമ്മയുടെ മുഖം വിടർന്നു, കണ്ണുകൾ തെളിഞ്ഞു. മോനെ ആണോ? മാഷാ അല്ലാ. എൻ്റെ മനസ്സിൽ ഒരേ ഒരു നെയ്യത്തായിരുന്നു, എൻ്റെ കുട്ടിക്കൊരു സ്വാലിഹായ ഹൈറായ പെൺകുട്ടിയെ നീ കൊടുക്കല്ല എന്നുള്ളത്. അതെ, നമ്മുടെ ഉമ്മ റിസ്വാന വക്കീലിനെയും സഫീറിനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മക്കളെ, ഉമ്മക്ക് ഞായസൊന്നുമില്ല, എന്നാലും എൻ്റെ മക്കൾ റാഹത്തോടു കൂടി ജീവിക്കണം കേട്ടോ. ഒരിക്കലും പ്രശ്നത്തോട് ജീവിക്കരുത് കേട്ടോ. മറ്റോരെ പോലെ നല്ല രീതിയിൽ ജീവിക്കണം കേട്ടോ. ഉമ്മ, എൻ്റെ ഉമ്മയെ ഞങ്ങൾ കൊണ്ടുപോകാൻ വന്നാണ്. വേണ്ട മോനെ, ഇനിയിപ്പോൾ എവിടേക്ക് കൊണ്ടുപോകാൻ? എൻ്റെ ഉമ്മ എന്നെ അങ്ങോട്ട് കയറ്റൂലടാ. അതെ, ഒന്ന് ചുമച്ചാലും തുപ്പിയാലും ഒക്കെ അറിയാതെ ഇങ്ങനെ മൂത്രം പോകുന്നുണ്ട് മോനെ. അന്ന് ഈ ഒരു സംഭവം പമ്പേഴ്സൊക്കെ ഇട്ടിങ്ങനെ നടക്കുമ്പോൾ ഒന്ന് നീച്ച് നടക്കാനും പറ്റൂലല്ലോ. ഇപ്പം അതൊക്കെ കുറവുണ്ട്. അന്ന് വെയ്യേനും മോനെ കുരച്ചിട്ട് അറിയാതെ മൂത്രം പോവേനും. അതിനാണ് ഓളിന്നെ പിടിച്ച് വലിച്ചെന്നിട്ട് കൊണ്ടുതാക്കിയത്. എൻ്റെ കുട്ടീനെ ഞാൻ എങ്ങനെ നോക്കിയതായിരുന്നു, അതൊക്കെ മറന്നു. എൻ്റെ കുട്ടിയും പോയില്ലേ. ഞാൻ ഇല്ല മോനെ, ഇനി ഇവിടെ കഴിഞ്ഞോളാം ഉള്ള കുറച്ച് കാലം. ഇപ്പം എനിക്ക് തീരെ വയ്യ, ഞാൻ പറ്റയിക്കണേ. എന്നാൽ പെട്ടെന്ന് ആ സിസ്റ്റർ അങ്ങോട്ട് വന്നു. അതെ, നിങ്ങളുടെ ഉമ്മയുടെ അവസ്ഥ കണ്ടില്ലേ നിങ്ങൾ എന്ത് ഇതുവരെ തിരിഞ്ഞു നോക്കാതിരുന്നത്? അവിടെ കൊണ്ടുവന്നിട്ട് പോയെന്നല്ല, ഒരു ഫോൺ നമ്പർ പോലും കറക്റ്റ് നിങ്ങൾ കൊടുത്തില്ല. എന്നാൽ സഫീർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുപോകണം ഉമ്മനെ. കൊണ്ടുപോവാണോ? ഇപ്പം എന്താ നല്ല ബുദ്ധി തോന്നിയോ? എന്നാൽ റിസ്വാന വക്കീൽ പറഞ്ഞു, ഒരിക്കലും ഞങ്ങളല്ല ഇത് ചെയ്തത്, അതുകൊണ്ട് ഞങ്ങൾ ഉമ്മയെ സംരക്ഷിക്കാൻ കൊണ്ടുപോകണ്. ഇനി ഒരിക്കലും ഇവിടെ ഇടുന്നില്ല. നിങ്ങൾ ഇടങ്ങാറാകണ്ട, ഉമ്മയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്നാൽ ആ നിമിഷം തന്നെ അതാ സഫീർ ഉമ്മയെ വാരിയെടുത്തു നേരെ കാറിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.